ഇങ്ങനെ പിന്നിലൂടെ കുരുക്കി കൊളുത്തി ഒറ്റവലി. കണ്ണ് ചിമ്മി തുറക്കുന്ന സമയം കൊണ്ട് സംഭവം ക്ലീൻ. ഇനി കെട്ട്. എടാ അവി, നീ രാവിലെ മുതൽ തിരക്കുണ്ടാക്കിയിട്ട് നീ റെഡിയല്ലേ? ഇതുവരെ ഞാൻ റെഡിയല്ലോ. എടാ എന്റെ ബ്ലാക്ക് ടീഷർട്ട് കാണുന്നില്ല, ആരെടുത്തേ? ലക്കി ടീഷർട്ട്. എന്റെ ദൈവം, എന്നാ തീർന്ന്. നീ എടുത്താ? എടാ ഞാനതെടുക്കൂ, ഞാൻ എടുത്തിട്ടില്ല. നീ എടുത്താ? പിന്നെ റോള് തുണിയില്ലാണ്ട് കേട്ടൊന്നല്ല, മറ്റേ ലക്കി ടീഷർട്ട് ഞാൻ എടുക്കില്ല. ഞങ്ങൾക്ക് അറിയില്ലടാ. അയ്യടാ ഭയങ്കര എളുപ്പമുള്ള പറച്ചിലായി പോയാലോ. ഞങ്ങൾക്ക് അറിയില്ലെന്ന്. സത്യം പറ, ആരെടുത്ത്? എന്തിനെടുത്തെന്ന് എനിക്ക് അറിയണ്ട, ആരെടുത്തെന്ന് എനിക്ക് അറിയണം. എടാ അതാ പറഞ്ഞ ഞങ്ങൾക്ക് അറിയില്ല, സത്യമായിട്ട് ഞങ്ങൾ എടുത്തിട്ടില്ലടാ. സാമേ, എടാ സാമേ, എന്റെ മുഖത്തേക്ക് നോക്ക്, അങ്ങോട്ട് നോക്കരുത്, എന്റെ മുഖത്തേക്ക് നോക്ക്. എവിടെ സാധനം? വല്ല അലക്കാനം കൊണ്ടിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ബാഗിലുണ്ടോ? ഞാൻ എടുത്തിട്ടില്ല. ഞാൻ എന്തിനാ എടുക്കണം? വേണേ നിന്റെ ബാഗ് നോക്കൂ. അങ്ങനെയാണ് എന്റെ അളമാരി നോക്കൂ. ഇതേ നിങ്ങൾ എടുത്തിട്ടില്ലെന്ന് ഉറപ്പാണോ? എനിക്ക് അതറിഞ്ഞാൽ മതി. ഞങ്ങൾ എടുത്തിട്ടില്ല. പിന്നെ എവിടെ പോടാ? എടാ ഇനിയിപ്പോ ലക്കി അമ്മീനോ അങ്ങനെ എടാ അവരെന്തിനാണ് എന്റെ ടീഷർട്ട് എടുക്കുന്നത്? അവരുടെ ടീഷർട്ട് എടുത്തിട്ടാ ഡെയിലി ഓഫീസിൽ പോകുന്നത്. ഒന്ന് വിളിച്ചു നോക്കണം. എടാ അവരൊന്നും കൊണ്ടുപോകാൻ വഴിയില്ല. ഞാൻ ഒന്നാമതുള്ള ഫോണാണെങ്കിൽ ഔട്ട് ഓഫ് കവറേജ് ഏരിയയാണ്. ആ റിസോർട്ടിൽ എത്തിക്കാണും. ഓഫീസ് ട്രിപ്പ്. ശേ, സമയം വൈകി, എല്ലാം കൊളായി. ഞാൻ എങ്ങനെ ഷൂട്ടിന് പോകും? നീ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല, വേറെ എങ്ങനെ എടുത്തിട്ട് പോവാൻ. സാമേ, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ട് എന്റെ വിശ്വാസത്തിന്റെ കാര്യത്തിൽ ഇടപെടരുതെന്ന്. നിന്റെ ഏതെങ്കിലും കാര്യത്തിൽ ഇടപെടാൻ വരാറുണ്ടോ? നീ ഇതൊരു അവസരമായിട്ട് കാണ്, ഇങ്ങനെ ഇതൊക്കെ മാറ്റാൻ പറ്റുള്ളൂ. ശരി, നിന്നെയൊക്കെ എന്നോട് ആദ്യം മാറ്റേണ്ടത്. എന്തോ കള്ളത്തിനുണ്ട്. എന്തായാലും വൈകുന്നേരം പിടിച്ചോളാം, ഞാൻ പോയിട്ട് വരട്ടെ. എടാ അവി, പിന്നെ എന്റെ സ്റ്റൊമക്ക് അപ്സെറ്റ് ആണ്. ഞാനിന്ന് ഷൂട്ടിന് വരണം. അപ്പൊ നീ രാവിലെ എന്തിനാ വരാന്ന് പറഞ്ഞു? അല്ല, രാവിലെ മുതലേ സ്റ്റൊമക്ക് അപ്സെറ്റ് ആണ്. പക്ഷെ ഞാൻ ഹാപ്പി ആയിരുന്നു. ഇപ്പൊ ഞാനും അപ്സെറ്റ് ആയി. അതൊന്നും സാറില്ല, ഇപ്പൊ ഞാനും അപ്സെറ്റ് ആണ്. എന്തായാലും ഈ സമയത്ത് എനിക്ക് വേറെ ആളൊന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. നീ വന്നേ പറ്റൂ. ഇനിയിപ്പോ സ്റ്റുഡിയോ ഫ്ലോർ ബാക്കിയുണ്ടായി പറയാൻ ബാക്കിയുണ്ട്. വെറുതെ കയറി ഏക്കണ്ടായിരുന്നു. നീ ലേസ് കേട്ടാൻ പിടിച്ച കേട്ടടാ. അതെ, ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അവരെന്ത് ചെയ്താലും നമ്മ ജയിക്കും. അതിന് നമ്മ പണിയെടുക്കണം, എന്നാലേ നമ്മ ജയിക്കൂ. അയ്യോ, ലച്ചിയുടെ കൂടെ എപ്പോഴും ഞാനുണ്ടാവുമല്ലോ. അതെ, ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ. നമുക്ക് ഇത് ജയിക്കണം, ജയിച്ചേ പറ്റുള്ളൂ. ഓക്കെ? ഗെയിമിന്റെ റൂൾസ് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. എന്നിട്ടൊരു ഒറ്റ പ്ലാൻ ഫോളോ ചെയ്ത് വേണം നമുക്ക് മുന്നോട്ട് പോവാൻ. ഓക്കെ ടീംസ്? ഓക്കെ? യെസ്. ഓക്കെ ഗയ്സ്, ലിസൺ ടു മീ. ഞാൻ ഒന്നും കൂടി ഈ കളിയെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാം. രണ്ട് വശത്തായിട്ട് ബക്കറ്റുകൾ ഇരിക്കുന്നുണ്ട്. അതിലൊരു സൈഡിലുള്ള ബക്കറ്റിൽ നിറയെ വെള്ളമുണ്ട്, ഒരു സൈഡിലുള്ള ബക്കറ്റിൽ വെള്ളമില്ല. അപ്പൊ നിങ്ങളുടെ ജോലി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വെള്ളം നിറച്ച ബക്കറ്റിൽ നിന്ന് വെള്ളമില്ലാത്ത ബക്കറ്റിലേക്ക് നിറയ്ക്കണം. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കൈക്കുമ്പിളിൽ വെള്ളം നിറച്ചിട്ടുണ്ട് നിറയ്ക്കാനായിട്ട്. വേറെ ഒന്നും തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. 1 മിനിറ്റ് സമയമാണ് നിങ്ങൾക്കുള്ളത്. അവരവരുടെ ബക്കറ്റ് മാത്രമേ ടീമുകൾ നിറയ്ക്കാൻ പാടുള്ളൂ. പിന്നെ ഫൗൾ പ്ലേ ചെയ്താൽ ഓപ്പോസിറ്റ് ടീം ജയിച്ചായിട്ട് പ്രഖ്യാപിക്കും. ഓക്കെ ക്യാപ്റ്റൻസ്, ക്ലിയർ? എനി ഡൗട്ട്സ്? നോ സർ. ഓക്കെ സോ ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. റെഡി? സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. Stop. Yes. Yeah. So, നല്ല ഫൈറ്റ് ആയിരുന്നു. ഇറ്റ് വാസ് റിയലി ഗുഡ്. അപ്പോൾ ഇനി ഞാനൊരു ടീമിനെ ഡിക്ലെയർ ചെയ്തേ പറ്റൂ വിന്നറായിട്ട്. തോറ്റ ടീം ആരും സങ്കടപ്പെടണ്ട, നിങ്ങൾക്ക് ഇനിയും ഓപ്ഷൻസ് ഉണ്ട്. യു ക്യാൻ മേക്ക് അപ്പ് ദ. സോ ഈ ഗെയിമിൽ ജയിച്ചിരിക്കുന്ന ടീമാണ് ടീം റെഡ്. അടുത്ത് വരുമല്ലോ, അപ്പൊ കാണിച്ചതരാലോ. ഇതൊരു തുടക്കം മാത്രം.
അതിന് മാത്രം സന്തോഷിക്കൊന്നും വേണ്ട. മത്സരം തീർന്നിട്ടൊന്നും ഇല്ലല്ലോ. അതന്നെ ഞാനും പറയണേ, നിങ്ങളുടെ തോൽവിയുടെ പരമ്പര തുടങ്ങിക്കഴിഞ്ഞു. ചൂടാത്. ഇതേതാ ടീഷർട്ട്? അത് അവന്മാരുടെ ആരുടെയാണ്. അല്ല, ഇത് അവര് ടീഷർട്ടാ. ആണെങ്കി ഇപ്പൊ എന്താ, തിരിച്ചു ചെല്ലുമ്പോ അങ്ങോട്ട് കൊടുത്താ പോരെ. നീ കളി ജയിക്കാൻ ചീപ്പാവല്ലേ മീനു? എന്റെ അടുത്ത് വേറെ ബ്ലാക്ക് ടീഷർട്ട് ഇല്ല. അതല്ല ലക്കി, ഇത് അവരുടെ ലക്കി ടീഷർട്ടാ. ഇന്ന് അവന് ഷൂട്ടും ഉണ്ട്. അവൻ വേറെ വല്ലതും ഇട്ടിട്ട് പോയിണ്ടാവും ഇപ്പൊ. അതിൽ നിനക്ക് വേറെ ഇതിലിട്ടിട്ട് പോയാ മതിയായിരുന്നില്ലേ? ഇത് ഇട്ടിട്ട് വന്നെന്തിനാ? ടീമിന് ബ്ലാക്ക് തന്നെ വേണമെന്ന് പറഞ്ഞ പിന്നെ ഞാൻ വയലറ്റ് ഇട്ടിട്ട് വരുവോ? നിനക്കറിയാലോ അവന്റെ കാര്യം. ഇതവന്റെ ലക്കി ടീഷർട്ട് അല്ലേ? ലക്കി തന്നെയല്ലേ ടീഷർട്ട് ഇട്ടിരിക്കുന്നത്. വരുന്നിടത്ത് വെച്ച് കാണാം. അല്ലാതെ തിരിച്ചു പോയിട്ട് എനിക്ക് ഇത്ര ദൂരം കൊടുത്തിട്ട് വരാൻ പറ്റുമോ? ഒന്ന് വിളിച്ചെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വിളിച്ചു പറയട്ടെ. റേഞ്ച് ഇല്ലല്ലേ? ആ ടെൻഷൻ വീട് മീനോ. ഷൂട്ടൊക്കെ അവിടെ നടന്നോളും. പിന്നെ അടുത്ത കളി ജയിക്കാൻ പറ്റുന്ന മോളെങ്ങനെ മനക്കോട്ട കിട്ടണ്ട കേട്ടോ. അത് നമുക്ക് കാണാം. കാണാം. ശരി, കാണാം കേട്ടോ. വന്നാ മതി. ഇറ്റ്സ് ഓക്കെ. ഇവിടെ എല്ലാം സെറ്റാ. ഓക്കെ ചേട്ടാ, ഒരു ടൈം പറഞ്ഞ കൃത്യസമയത്ത് ഇവിടെ ആള് വരണ്ടേ? ഇതിപ്പോ നമുക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. ഇതിപ്പോ 1-2 തവണയിലല്ലോ. ചേട്ടാ, നമുക്കും ഷൂട്ട് ചെയ്യാനൊക്കെ ഒരു മൂഡൊക്കെ വേണം കേട്ടോ. എന്താ അഭി ഇത്? ഇതിനു മുമ്പ് നമ്മുടെ എത്രയോ ക്ലയൻസ് ഇതുപോലെ ലേറ്റ് ആയി വന്നിരിക്കുന്നു. അന്നൊന്നും നീ ഇങ്ങനെ സംസാരിച്ചിട്ടില്ലല്ലോ. അതെന്റെ തെറ്റ്. ഇതിപ്പോ ആ തെറ്റ് തിരുത്താന്ന് വിചാരിച്ചാൽ മതി. തെറ്റ് തിരുത്തുന്നൊക്കെ കൊള്ളാം, പക്ഷെ തിരുത്തുമ്പോ വികാരമൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തോ. അത് പോയിന്റ്. ഇതേ നീ ഇടയ്ക്കറി പോയിന്റ് പറയുന്നില്ല. എടാ, ഒരാളൊരു കറക്റ്റ് പോയിന്റ് പറഞ്ഞാൽ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. നമ്മൾ മലയാളികൾക്ക് അത് ഭയങ്കര പാടാണ്. നീ ഇത് കുടിച്ചേ, എന്നിട്ട് സംസാരിക്കാം. എനിക്ക് വേണ്ട വെള്ളം. കുടിക്കടോ, ആ ചൂടൊക്കെ ഒന്ന് പോട്ടെ. ഞാനിന്ന് ആകെ ഒരു അൺകംഫർട്ടബിൾ സിറ്റുവേഷനിലാണ്. പിന്നെ ഏറ്റവും ആർക്കെല്ലാം എങ്ങനെയെങ്കിലും ചെയ്യാന്ന് വിചാരിച്ച് ഇങ്ങോട്ട് ഓടിപ്പിടിച്ച് വന്നപ്പോൾ ഷൂട്ട് ചെയ്യാനുള്ള ആളും വന്നിട്ടില്ല. ദേഷ്യം വരില്ല പിന്നെ. എന്താടി ചേച്ചി പ്രശ്നം? എനിക്കാണോ ഏട്ടാ? നിനക്കല്ല, അവനാ. അവനോട് ഷൂട്ടിന് സ്ഥിരം വരുമ്പോഴുന്ന ഒരു കറുത്ത പനിയനില്ലേ, ആ പനിയൻ കാണാനില്ല. അതിന്റെ ആണ് ഏട്ടാ കംപ്ലീറ്റ് പ്രശ്നം. ഇനി ഇതിനകത്ത് ഒരു കറുത്ത ബനിയനും കൂടി ഉണ്ട്. ഈ ഒരു ബനിയൻ കാണാത്തനാണ് ഇത്ര പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ചുമ്മാ ഒരു ടീഷർട്ട് അല്ല, അവന്റെ ലക്കി ടീഷർട്ടാണ്. അത് പോയി കഴിഞ്ഞാലുള്ള പ്രശ്നത്തിന്റെ ആദ്യ ലക്ഷണം മാത്രമാണ് ചേട്ടൻ ഈ കണ്ടത്. ഇത് കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോകാൻ പോകണം. അപ്പൊ എന്റെ ഷൂട്ട് ഏതാണ്ട് കുളമായി. ചേട്ടാ, പറ്റുകയാണെങ്കിൽ അവരെ വിളിച്ച് ഷൂട്ടൊന്ന് മാറ്റി വെക്കാൻ പറയാൻ പറ്റുമോ? ഹേയ്, അത് പറ്റില്ല. അവരിങ്ങെത്താറായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് കുളവും ചേട്ടൻ്റെ കയ്യിൽ നിന്ന് പോകും. ചേച്ചി, നമുക്ക് എന്ത് ചെയ്യാനാ പറ്റാ? നമുക്കൊരു കാര്യം ചെയ്യാം എന്നൊക്കെ എനിക്ക് പറയണമെന്നുണ്ട്, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റൂല. അല്ല, അങ്ങനെ വിഷമിക്കണ്ട. ഞാനൊന്ന് ആലോചിച്ച് പറഞ്ഞാൽ മതിയോ? ആലോചിച്ചോട്ടെ, അവിടെ മാറിയെന്ന് ആലോചിക്കാം. മീനു, ഞാൻ അവിയുടെ ടീഷർട്ട് ഇട്ടതിന് നിനക്ക് പ്രശ്നമുണ്ടോ മീനു? എനിക്ക് ആകെ ഫീൽ ആവുന്നുണ്ട്. അവിയുടെ ഷൂട്ട് മുഴുവൻ കൊളയുണ്ടാവൂല്ലേ? വൈകുന്നേരം വന്നാൽ ഫുള്ള് പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മീനു, നീയൊന്നും മിണ്ടല്ലേ ലക്കി, ഇതൊന്ന് കഴിഞ്ഞോട്ടെ. ഞാൻ ആകെ ടെൻഷനില്ല മീനു. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനി വീട്ടിലേക്ക് വേണ്ടേ പോവാൻ? ഷോ, അവ ആകെ മൂഡ് ഓഫ് ആയിരിക്കും. പാവം കൊള്ളായിണ്ടാവൂല്ലേ ഷൂട്ടിംഗ് ഒക്കെ? Obviously the winner is Team Black. അതെ, ഒന്നും പറയണ്ട. എവറിത്തിങ് ഇസ് ഫെയർ ആൻഡ് വാർ ആൻഡ് ലവ് എന്നല്ലേ പറയാൻ വന്നത്? അതിനിപ്പോ പറഞ്ഞാലും ഇല്ലെങ്കിൽ അങ്ങനെയല്ല കാര്യം. ചീറ്റോ ചീറ്റ, ദൈവമേ ശക്തി തരൂ. ആ പൊസിഷനിൽ നിന്ന് നീങ്ങല്ലേട്ടാ. പറയുന്ന സ്ഥലത്ത് പറഞ്ഞ പോലെ നിൽക്കണ്ട. ഒന്ന് ചെറുതായിട്ട് ചിരിച്ചേ. ഇനി ആ കൈ ഒന്ന് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ എടുത്തിട്ട് ആ വലത്തെ കൈ കൊണ്ട് മുടി ഒന്ന് ഇങ്ങനെ മാറ്റി.
മനസ്സിലായില്ലേ? നമ്മള് മുടി ഇങ്ങനെ ഒതുക്കില്ലേ, അതുപോലെ കാണിക്കും. ഞാൻ പറഞ്ഞോണ്ടിരിക്കുമ്പോ ഓക്കെ, ഞാൻ പറഞ്ഞോണ്ടിരിക്കുമ്പോ ചെയ്തോണ്ടിരിക്കും, എന്നാലും എനിക്ക് ഫോട്ടോ എടുത്തോണ്ടിരിക്കാൻ പറ്റുള്ളൂ. എപ്പോ അത്? ഇതെന്ത് പോസാണ്? എക്സ്പ്രഷൻ ആയിട്ട് ഒരു ബന്ധമില്ലല്ലോ. അവി അവി ഇനി ഞാൻ പറഞ്ഞു കൊടുക്കാം, നീ ചെല്ലേ. എന്നാ പറ. കുട്ടി ഇത് വളരെ കൂളായിട്ട് ചെയ്താൽ മതി. അതായത് ആദ്യം നമ്മൾ പോസ് ചെയ്യുന്നു, പിന്നെ അതിന് പറ്റിയ എക്സ്പ്രഷൻ ഇടുന്നു. പോസ് ചെയ്യുന്നു, എക്സ്പ്രഷൻ ഇടുന്നു. എങ്ങനെ? പോസ് ചെയ്യുന്നു, പിന്നെ അതിന് പറ്റിയ എക്സ്പ്രഷൻ ഇടുന്നു. മതി, സിമ്പിൾ. പിന്നെ ഇത് രണ്ടും ഒന്ന് ശ്രദ്ധിച്ചേക്കണേ അവൻ പറയുന്നത്. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്യുന്നുണ്ട് ഏട്ടാ. ഞാൻ പ്രൊഫഷണൽ മോഡലൊന്നും അല്ലല്ലോ. ആ ചേട്ടനോട് ചൂടാവലിന്നൊന്ന് പറ. അയ്യോ ചൂടായതല്ല, ഫോട്ടോ നന്നാവാനല്ലേ. ഫോട്ടോ നന്നായ മോളുടെ ഈ ടെൻഷനൊക്കെ മാറും. വിനോദേട്ടാ ഒന്ന് മാറും, രണ്ട് ഫോട്ടോ എടുക്കട്ടെ. പോസിങ് പിന്നെ എക്സ്പ്രഷൻ മനസ്സിലായി കാണുമല്ലോ. എന്നാ അതുപോലെ ഒന്ന് നിക്കണേ. റെഡി? ഇതെന്താണ് കുട്ടി, സീരിയലോ? ഒന്ന് മര്യാദക്ക് ചെയ്യോ? ചേട്ടൻ എനിക്ക് ഇത്രയും ചെയ്യാൻ പറ്റൂ, ഇതിനെക്കാട്ടിലൊന്നും ചെയ്യാൻ പറ്റില്ല. പറ്റില്ലെങ്കിൽ വേണ്ട, ഞാൻ പൊക്കോളാം. എന്നാ എനിക്ക് തോന്നിയ പോലെ എടുത്തു വെക്കാം. ഇപ്പൊ അവസാനം മറ്റേ ഔട്ട്പുട്ട് വരുമ്പോ കൂട്ടുകാരത്തിന് കല്യാണത്തിന് പോലെ ആയില്ലെന്ന് പറയരുതാ. അയ്യേ എന്താ മോളെ ഇത്, നമുക്കെല്ലാം ശരിയാക്കാം. വന്നേ, ജ്യൂസ് എടുത്തേ, ഇപ്പൊ ശരിയാക്കി തരാം. എന്താ ഇതവി? എനിക്ക് തോന്നല്ലേ ശരിയാവുന്നു. ഇത് ശരിയായില്ലെങ്കിൽ പകരം ആളെ കൊണ്ടുവരാനേ. ഇത് മോഡലല്ല, കല്യാണ പെണ്ണ്. നീ അത് മറക്കരുത്. ഞാനത് മറന്നിട്ടൊന്നുമില്ല. പറഞ്ഞ സാധനങ്ങളൊക്കെ അപ്പം മറന്നുകൊണ്ടിരിക്കുന്ന ആ കൊച്ചാണ്. മറന്നോട്ടെ, ആ കുട്ടിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തോട്ടെ. ദേ ഇങ്ങോട്ട് നോക്കി, ആ കുട്ടി മുഖത്തിടുന്ന ഭാവം എന്ത് തന്നെയാണെങ്കിലും ശരി, നീ അതെനിക്ക് ഫോട്ടോ എടുത്ത് തന്നാൽ മതി. ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. ഫോട്ടോ വരുമ്പോ നന്നാവില്ല വിനോദേട്ടാ. അത്രയൊക്കെ നന്നായാ മതി. ഇത് നിന്റെ പെങ്ങളൊന്നും അല്ലല്ലോ, അപ്പൊ ഇതൊക്കെ മതി. ടീഷർട്ടും ടീഷർട്ട് ഇല്ലാത്തതാണെങ്കിൽ 3 നാളെ വാങ്ങിച്ചു കൊടുക്കാറ്. ഇതിപ്പോ ആ പഴയ ഗീർ പറഞ്ഞ തന്നെ വേണ്ടേ? എടേ ഒന്ന് എടുത്ത് താടേ. ശ്രമിക്കാം എന്നല്ലാതെ ഇപ്പൊ വേറൊന്നും പറയാൻ പറ്റില്ല. അത് മതി. I love you. താങ്ക് യു. വെൽക്കം മേഡം. കുടിച്ചോളൂ. എങ്ങനെയുണ്ട്? കൊള്ളാം, മതി. റിലാക്സ് ആയിട്ടിരുന്നോളൂ. ഇത് ഒരു ടീഷർട്ട് ഇടാത്തതിന്റെ പ്രശ്നം, അത് ഞാൻ ശരിയാക്കി തരാം. കുട്ടി കുടിച്ചോളൂ. അവി ഇത്രയും നേരം ഒരുപാട് ക്ഷമിച്ചും സഹിച്ചല്ലേ നീ ഷൂട്ട് ചെയ്തത്. ഇനി അത് വേണ്ട. എന്നാ എന്താടാ ഹീറോസ് പുല്ലേ ഇതെവിടെ കിട്ടി? 3-4 പോയി, പിന്നെ ഒരു വിധം കിട്ടി. 3-4 നമ്മുടെ വീട്ടിലൊരു 3-4 ഇടയ്ക്ക് ഉണ്ടല്ലോ, അവിടെ ഒക്കെ തെരഞ്ഞിട്ടാണ് ഇത് കിട്ടിയത് അല്ലേ? സത്യം പറഞ്ഞത് എവിടെ കിട്ടിയ? ഇതാകെ പഴയതുപോലെ ഉണ്ടല്ലോ. എന്നാലും സത്യം പറയാം, നമ്മുടെ വീട്ടിൽ നിന്ന് ആരോ കൊടുത്ത് ഈ പഴയ തുണിയെ കൊടുക്കുന്നവർക്ക് കൊടുത്തണം. പിന്നെ ഞങ്ങൾ പോയി തെരഞ്ഞ് ഒരു വിധത്തിലാണ് ഇത് കിട്ടിയത്. ആര് കൊടുത്തത്? അതൊന്നും എനിക്ക് പറഞ്ഞുകൂടാ. പോയി ഷൂട്ട് ചെയ്യടേ, പോടേ. അങ്ങോട്ടാണോ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്? ഇവിടെ പോടേ. ഡ്രസ് റെഡറാ, പോടാ. അവി സമയങ്ങളില് വേഗാവട്ടെ, ഷൂട്ട് നടക്കട്ടെ. ഇനി കണ്ടോ, ഇപ്പൊ ശരിയാക്കി തരാം. ടീഷർട്ട് കിട്ടി, ജ്യൂസ് കുടിച്ചോളൂ. കുടിച്ചോളാം. വാവ്, അടിപൊളിയാണല്ലോ. ഒന്നാ ചരിഞ്ഞിട്ട് നേരത്തെ പറഞ്ഞ അങ്ങനെയൊന്നും ഞാൻ എടുത്തോളാം. നൈസ്, അടിപൊളി എക്സ്പ്രഷൻ ഉണ്ട്. ഞാൻ ആദ്യം തൊട്ടേ പറയണമെന്ന് വിചാരിച്ചാണ്. ആരുടെ ഒരു ചായ ഉണ്ട്, കത്രീന പതുക്കോൾ. വേറെ ആരോ ആണ് ഉണ്ട് ഇല്ലേ? അടിപൊളിയാണ് കേട്ടാ. നൈസ്, സൂപ്പർ, അടിപൊളി കേട്ടോ. ഒരു നല്ല ചിരി. എക്സാക്ട്ലി. മീനു, നീ എന്താ ഇവിടെ നിക്കണം? അങ്ങോട്ട് വാ. ഞാൻ പാവ അവിനെ കുറിച്ച് ആലോചിക്കുക. അതാലോചിച്ച് വിഷമിക്കണ്ട, എല്ലാം സെറ്റാണ്. ഇപ്പൊ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ടാവും. അതിനൊക്കെ എങ്ങനെ അറിയാം? ഡി പൊട്ടിക്കാളി, ഇവിടുത്തെ ലാൻഡ് ഫോണിൽ നിന്ന് ഞാൻ സാമനെ വിളിച്ച് കാര്യം പറഞ്ഞു. അവിടെ ഇപ്പൊ അവിക്ക് ലക്കി ടീഷർട്ട് കിട്ടിക്കാണും, ഷൂട്ടിംഗ് കഴിഞ്ഞു കാണും, എവറിത്തിങ് സോൾ. അതെങ്ങനെ? നീ ഇതിട്ട് ഇവിടെ നിക്കല്ലേ? ഇത് ഇവിടെ ഉണ്ടെന്ന് നിനക്ക് തോന്നും, അത് അവിടെ ഉണ്ടെന്ന് അവിക്ക് തോന്നും. എല്ലാം ഒരു തോന്നലാണ് മീനു. ഒന്ന് പോടി, പറയാൻ പറ്റിച്ച പറ. ശരി കേട്ടോ.
ഡേയ്, നീ എന്തിനാ പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞത്? ഒരു മിനിറ്റ്. ഡേയ്, ആർത്തി മൂത്ത് ബക്കറ്റിൽ നാരങ്ങ വെള്ളം പിഴിഞ്ഞ് കുടിക്കാണോ നീ? പോടാ. നീ കണ്ടോ? ഏ? ഇതാണ് ആ വീട് ലക്കി ടീഷർട്ട്. ഛെ, എടാ ഇത് പുതിയതല്ല ഇത്. സെയിം ബ്രാൻഡാണല്ലോ. അതുകൊണ്ട് പഴയതാക്കാം. എങ്ങനെ? ആദ്യം ഇതിങ്ങനെ വെള്ളത്തിലേക്ക് മുക്കി വെക്കാം. തുണി അലക്കാൻ പോകുന്നത് നീ നീ ഇതെന്താണ് കാണിക്കുന്നത്? ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യ്. ബെസ്റ്റ്. ഇത് അലക്കി പിഴിഞ്ഞ് വെയിലത്ത് ഉണക്കാനിട്ട് അങ്ങനെ അത് പഴുതിയെ നരച്ചോളൂ അല്ലേ? ബുദ്ധിമാൻ. അപ്പോഴത്തേക്കും ആ കൊച്ചിനൊരു കൊച്ചാവുമായിരിക്കും. അവയ്ക്ക് പ്രായവും ചെയ്യും. അതാണ് ഞാൻ ചോദിച്ചത്, എന്താ പരിപാടി? നീ ഇതൊന്ന് കണ്ടോടവൻ. പുകയൊക്കെ വരുന്നു. ഇത്ര ചൂട് തേച്ചത് നരച്ചു പോലടാ. ഓ തേക്ക്. എടാ പിന്നെ വലത്തെ കൈയുടെ ഭാഗത്തൊരു ഓട്ടയുണ്ട്. വലത്തെ കൈയിൽ ഇടത്തെ കൈയിലല്ലോ. അല്ലല്ലോ, വലത്തെ കൈ. ഓക്കെ, ഓട്ടയിടാം. ഇപ്പം റെഡിയാക്കാം. ഗർത്തം ഉണ്ടാക്കരുത്, ചെറിയൊരു ഓട്ടയാണ്. പിന്നെ പിന്നെ കോളറിന്റെ ആ. ഈ പുറകു വശത്തായിട്ടൊരു രണ്ട് തുന്നു വിട്ടിട്ടുണ്ട്. കുറയല്ലേ? കഴുത്ത് വെട്ടിക്കീറോടെ. ഇത് വെച്ചുള്ള കളി എനിക്ക്. എന്തായാലും എപ്പോഴും ഈ ടീഷർട്ട് ഇടുന്ന ഓർഡർ കളിയാക്കിയിട്ടെ. അതുകൊണ്ടാണ് ഇത്രയും ഫോട്ടോസ് നമുക്ക് കിട്ടിയത്. നന്നായില്ലേ അത്? എന്ത് നന്നായിരുന്നു? അവൻ്റെ ഭ്രാന്ത് കാരണമാണ് നമ്മൾ ഇത്രയും പണിയെടുക്കേണ്ടി വന്നത്. അതൊരു നഗ്ന സത്യം. ഓക്കെ, ഞാൻ റെഡിയായി വരാം. ആ പക്ക പക്ക ആയിരിക്കും, അല്ലെങ്കിൽ കുഴപ്പമാവും? കുഴപ്പമൊന്നും കുഴപ്പമായ നമുക്ക് ലക്കി ഐഡിയ എന്ന് പറയാം. എടാ ഞാനിത് ആലോചിച്ചാണ് അവന് ചീപ്പാവുന്ന കരുതി. ചീപ്പാണ്, പക്ഷെ നല്ല കാര്യത്തിനല്ലേ. എങ്ങനെയുണ്ട്? എന്നാലും നിങ്ങൾ പാവ വീനോട് ഇങ്ങനെ ചെയ്തല്ലോ. അവനെ അന്ധവിശ്വാസം കുറച്ച് കൂടുതലാ. നീ അവന്റെ അന്ധവിശ്വാസങ്ങളെ ലിസ്റ്റ് എടുത്ത് വെച്ചോളൂ കേട്ടാ, നമുക്ക് ആവശ്യം വരും. പച്ചമാങ്ങ പച്ചമാങ്ങ. നീ ആര്? ശങ്കരൻ തമ്പിയ? എനിക്ക് ചെറിയ കുറച്ച് വിശ്വാസങ്ങളൊക്കെ ഉണ്ട്. ഇനി ആരും അതിൽ കയറി ഇടപെടരുത് പ്ലീസ്. ഇന്ന് നീ കണ്ടതാണല്ലോ സ്റ്റുഡിയോയിൽ എന്താ സംഭവിച്ചതെന്ന്. ഇല്ലേ? ഈ ടീഷർട്ടില്ലാതെ നീ എന്തായിരുന്നു? ഇല്ലേ ഇല്ലേ? പറ. അതെ, ഞാൻ വെറും അന്ധനായ അന്ധവിശ്വാസിയല്ല. എൻ്റെ വിശ്വാസങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസും പിന്നെ കുറച്ച് ലോജിക്കും ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നീ ഇത് കേൾക്കണം. ഒരു പ്രാവശ്യം എന്റെ ഷൂട്ടിംഗ് ബാറ്ററി ലോ ആയി വന്നതാണെങ്കിൽ കുറെ സൂപ്പർ മോഡലുകൾ. അതൊരു അന്ധവിശ്വാസമല്ലേ? അന്ധവിശ്വാസി സമൂഹത്തിന്റെ വികാരം വളർപ്പെടും. പിന്നെ വേണ്ട. ഇപ്പൊ മനസ്സിലായോ? അപ്പോ ഇനി ആരെങ്കിലും എന്റെ ടീഷർട്ടിൽ തൊട്ടവന്റെ കൈ ഞാൻ ഓടിക്കും. മനസ്സിലായോ? സ്നേഹം വേറെ, ടീഷർട്ട് വേറെ. എങ്ങനെ 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 പിടികിട്ടിയ? എന്താടാ? ഇതാണ് നിന്റെ ഒറിജിനൽ ലക്കി ടീഷർട്ട്. ഇത് ഞങ്ങൾ പുതിയത് വാങ്ങിക്കൊണ്ട് വന്നതാണ്. അതൊരുപാട് പണിയെടുത്ത് പഴയതാക്കിയത് കൊണ്ട് മോന് പെട്ടെന്ന് മനസ്സിലായില്ല. അതാണ് സംഭവം. ഇതിപ്പോ ആരെഴുതിയ കഥ? നിന്റെ ഷൂട്ട് സ്മൂത്ത് ആയിട്ട് പൊക്കോട്ടെ എന്ന് കരുതി ലക്കി ഉണ്ടാക്കിയ ഐഡിയ. നിനക്ക് വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ശരി. ഇപ്പൊ 2 ലക്കി ടീഷർട്ടായിട്ട് എൻജോയ്. ഓടത്തെ എല്ലാത്തിനും ഇലിമിനാറ്റ് പിടിക്കോടാം.